ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. മുന്നൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പി വീഡിയോ ഇടാന്നുള്ളത്. അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയാണ് കേട്ടോ. കുറേ വെണ്ട ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ സാമ്പാറിലേക്ക് പറിച്ചു പോയിട്ടുണ്ട്. ബാക്കി ഏകദേശം നല്ല മൂത്ത് നോക്കിയിട്ട് അമ്മ അങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ഉറപ്പുള്ളത് നമുക്ക് സാമ്പാറിലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അധികം തോരൻ തന്നെ ആയിട്ടാണ് വെക്കാറുള്ളത്. അച്ഛനപ്പുറത്ത് അടയ്ക്കൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. ഇവിടുന്ന് കുറേ നമ്മൾ പറിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ പറിച്ചുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ്. ഇത് ആനക്കൊമ്പൻ എന്ന് പറയും കേട്ടോ. ഈ വെണ്ടയ്ക്ക് കണ്ടില്ലേ, ആനയുടെ കൊമ്പ് പോലെ ഇരിക്കുന്ന കണ്ടില്ലേ, നല്ല വലിയ വെണ്ടയാണ്. ഇതിൻ്റെ പേര് ആനക്കൊമ്പൻ എന്നാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് പൊടികളും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വട്ടത്തിൽ നൈസായിട്ട് അമ്മ അരിയുന്നുണ്ട് കേട്ടോ. അമ്മ അരിയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്ന് പണ്ട് ഞാൻ നാലിലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയിൽ നമ്മൾ മഷിയൊക്കെ മുക്കിയിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു, അങ്ങനെ ഒട്ടിച്ച് കൊണ്ടുപോകായിരുന്നു. അങ്ങനത്തെ ഒരു പസിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കത് ഓർമ്മ വന്നേ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ആ കാര്യം പറയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇതൊക്കെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സവാളയാണ്. ഈ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക തോരൻ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളകും അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കടുക് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടു. അതിലേക്ക് വെണ്ടയ്ക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചതിൻ്റെ പുറമേ കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ, അരാന്ന് പറയാനുള്ള ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. മൂടി വയ്ക്കുന്ന സമയത്ത് ആവിയിൽ വേവുമ്പോൾ അതാണ് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇടയ്ക്ക് വേറെ എന്തോ ഒരു പണിയിലേക്ക് പോയ സമയത്ത് അടിയിൽ ജസ്റ്റ് ഒന്ന് ഒരു കരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു പിടുത്തം പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളകാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എരിവ് തന്നെ ഉണ്ട്. ഇതിന് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.